ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സർപ്പക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാവാർഷികം 2026 ഫെബ്രുവരി 2 തിങ്കളാഴ്ച പാമ്പുമേക്കാട്ടുമന ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ. ബജറ്റിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന് 225 കോടി രൂപയുടെ 29 വികസന പദ്ധതികൾ ഇടം പിടിച്ചു. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്ടിന് 11 കോടി രൂപയും അനുവദിച്ചതായി മാത്യു കുഴൽനാടൻ MLA. ബജറ്റിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന് മൊത്തം 225.70 കോടി രൂപയുടെ 29 വികസന പദ്ധതികൾ ഇടം പിടിച്ചതായി മാത്യു കുഴൽനാടൻ MLA. ഗതാഗതം, കാർഷികം, കായികം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളെ സമഗ്രമായി പരിഗണിച്ചുള്ള പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് MLA. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുകയും പായ്പ്ര മേഖലയുടെ വികസനത്തിന് കരുത്താകുകയും ചെയ്യുന്ന അമ്പലമ്പടി വീട്ടൂർ റോഡിന് 3.5 കോടി രൂപ അനുവദിച്ചു. പായ്പ്രയിൽ നിന്ന് മൂവാറ്റുപുഴ നഗരത്തിലേക്ക് പ്രവേശിക്കാതെ കളക്ടറേറ്റിലേക്കും എറണാകുളം ഭാഗത്തേക്കും എത്താൻ സഹായിക്കുന്ന ഈ റോഡ് ഭാവിയിൽ ബൈപ്പാസായി വികസിപ്പിക്കുമെന്നും MLA വ്യക്തമാക്കി. കാർഷിക മേഖലയിൽ മൂവാറ്റുപുഴയുടെ അഭിമാനമായ വാഴക്കുളം പൈനാപ്പിളിന്റെ വിപണി ശക്തിപ്പെടുത്തുന്നതിനായി പൈനാപ്പിൾ സിറ്റി മാർക്കറ്റിന്റെ നവീകരണത്തിന് 1 കോടി രൂപ അനുവദിച്ചു. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്ടിന് 11 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. ദേശീയ തലത്തിൽ മൂവാറ്റുപുഴയെ സ്പോർട്സ് മാപ്പിൽ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന ഒളിമ്പ്യൻ ചന്ദ്രശേഖർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി സ്പോർട്സ് ഹോസ്റ്റലിന് 50 ലക്ഷം രൂപ അനുവദിച്ചു. ഭാവിയിൽ മൂവാറ്റുപുഴയെ ഒരു സ്പോർട്സ് ഹബ്ബാക്കി മാറ്റുന്നതിന് ഇത് പ്രയോജനമാകുമെന്നും MLA പറഞ്ഞു. ഈ ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് നമ്മൾ സമർപ്പിച്ച 200 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ ബഡ്ജറ്റിൽ ഇടം പിടിക്കുകയും അത് ബഡ്ജറ്റിന്റെ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അനുവദിക്കപ്പെട്ട പദ്ധതികൾ എന്ന് പറയുന്നത് ഏതാണ്ട് 16 കോടി രൂപയുടെയാണ്. 11 കോടി രൂപ MVP കനാലിന്റെ മെയിൻ്റനൻസിനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായിട്ടുണ്ട്. അതുകൂടാതെ പായ്പ്രയിലെ MLA റോഡ് എന്ന് പറയുന്ന MLA റോഡിനും അതുപോലെ സ്പോർട്സ് ഹോസ്റ്റലിനും പ്രത്യേകിച്ച് മൂവാറ്റുപുഴ ഐഡന്റിറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളത്തെ പൈനാപ്പിൾ മാർക്കറ്റിന് 1 കോടിയും അടക്കം അങ്ങനെ 16 കോടിയുടെ പദ്ധതികൾ അനുവദിക്കപ്പെടുകയും ഏതാണ്ട് 280 കോടി രൂപയുടെ പദ്ധതികൾ ബഡ്ജറ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് മൂവാറ്റുപുഴയുടെ വികസനത്തിന് വലിയൊരു നാഴികക്കല്ലാവും. എന്നാൽ ഇതിലേറെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ബഡ്ജറ്റിൽ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ബഡ്ജറ്റിൽ ഉൾപ്പെട്ട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനം തുടരും. ഗതാഗതം, കൃഷി, കായികം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ സമന്വയിപ്പിച്ച വികസന ദൃഷ്ടിയോടെയാണ് ഇത്തവണ മൂവാറ്റുപുഴയ്ക്കായി ബജറ്റ് തയ്യാറാക്കിയതെന്നും MLA കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സർപ്പക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാവാർഷികം 2026 ഫെബ്രുവരി 2 തിങ്കളാഴ്ച പാമ്പുമേക്കാട്ടുമന ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ. പാൽ, ഇളനീർ, മഞ്ഞൾപ്പൊടി, അഭിഷേകങ്ങൾ, പാൽപായസം, നെയ്പായസം, വെള്ള നിവേദ്യം, അപ്പം, ഇളനീർ, കദളിപ്പഴം, മലർ നിവേദ്യങ്ങൾ, കൂടാതെ 100 പാലും.